ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 13 ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ആരായിരിക്കും ടോപ്പ് 5 എത്തുന്ന ആ ഒരു കണ്ടസ്റ്റന്റുകൾ എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കി നൂറ് മാത്രം ടോപ്പ് 5 ഈ ആഴ്ച 2 പേരെ വിക്റ്റായി പുറത്തു പോകാനുള്ള സാധ്യതകൾ കാണുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇഞ്ചോടിഞ്ച് വാശിയേറിയ ശക്തമായിട്ടുള്ള മത്സരം തന്നെയായിരുന്നു എല്ലാ കണ്ടസ്റ്റന്റും നടത്തിയത്. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലൊടുവിൽ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനീഷേട്ടൻ തന്നെ ഒന്നാമതെത്തുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അനീഷേട്ടനെ ചില സമയങ്ങളിലൊക്കെ മറികടന്നിട്ടുള്ളത് അനുമോൾ മാത്രമായിരുന്നു. വോട്ടിംഗ് അവസാനിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന അനുമോളായിരുന്നു. അനുമോൾക്ക് നല്ല രീതിയിൽ തന്നെ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയത് നെവിനായിരുന്നു. വോട്ടിങ്ങിൻ്റെ അവസാന നിമിഷം വരെ ആതിര, ഷാനവാസ് തുടങ്ങിയവർ മുന്നിട്ട് നിന്നെങ്കിലും വോട്ടിങ്ങിൻ്റെ അവസാനം നെവിൻ മുന്നിട്ടെത്തി മൂന്നാം സ്ഥാനത്തെത്തിയപ്പോൾ നാലാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയ ആതിരേനെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. ആതിരയ്ക്ക് നല്ല രീതിയിൽ തന്നെ വോട്ടിംഗ് ഇടിവുകളുണ്ടായിരുന്നു. അതേസമയം ചില ബോർഡുകളിൽ ആതിര 6ാം സ്ഥാനം വരെ എത്തി നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ 5ാം സ്ഥാനത്താണ് ഷാനവാസിക്ക് നല്ല രീതിയിൽ തന്നെ വോട്ടിംഗ് ഇടിവ് ആദ്യ 2 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ മുതലുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈ ആഴ്ച ശക്തമായിട്ടുള്ളൊരു കണ്ടന്റുകളൊന്നും ഷാനവാസ് ഒന്നും കൊടുക്കാത്ത തിരിച്ചടിയായിട്ട് മാറിയപ്പോൾ 6ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ അക്ബറിനെയാണ് വോട്ടിങ്ങിൻ്റെ അവസാന നിമിഷം കാണാൻ സാധിക്കുന്നത്. വോട്ടിംഗ് അവസാനിക്കുമ്പോൾ അക്ബർ ഡേഞ്ചർ സോൺ നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോൺ ആയിട്ടുള്ള 7ാം സ്ഥാനത്ത് സാബുമാനാണ് നിൽക്കുന്നത്. സാബുമാനാണ് നിലവിൽ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളെല്ലാം തന്നെ വോട്ട് കുറവ്. സൗമാൻ, അക്ബർ, ഷാനവാസ് തുടങ്ങിയവരുടെ കാര്യം ഡേഞ്ചർ സോണാണ്. അതേസമയം ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്നും പറയാൻ സാധിക്കില്ല. ഇനിയാണ് നിർണായകമായിട്ട് മാറാൻ പോകുന്നത്. ഒരുപക്ഷെ രഫി ആയിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ ആയതുകൊണ്ട് എന്തിനും മാറ്റങ്ങളും സംഭവിക്കാം. അപ്പോൾ ഈ ഒരാഴ്ച എവിക്റ്റായി പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിച്ചിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ നോക്കുക. ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക.